ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്നറിയോ? അവളിന്റെ കൂടെ ഒരാളുള്ളതാ. അതേടാ, ഞാൻ മഞ്ജുന്റെ പെണ്ണാ. വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടെ പൊതുവേദിയിൽ ഒരുമിച്ചെത്തി തമിഴ് സൂപ്പർ താരങ്ങളായ വിജയും തൃഷയും. തമിഴിലെ പ്രശസ്ത നിർമ്മാതാവും വ്യവസായിയുമായ കലൈപതി എസ് സുരേഷിന്റെ മകന്റെ വിവാഹ വിരുന്നിലാണ് ഇരുവരും ഒരു കാറിലെത്തിയത്. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ. വിജയിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭാര്യ സംഗീത സ്വർണലിംഗം സമർപ്പിച്ച ഹർജിയിലെ വിവരങ്ങൾ പുറത്തുവന്ന ദിവസങ്ങൾക്കകമാണ് ഇരുവരും പൊതുവേദിയിൽ ഒന്നിച്ചെത്തുന്നത്. எவ்வளவு மரியாதை வச்சிருந்தவங்க மேல நீங்க இப்படி பண்ணலாமாண்ணா? என்ன பழக்கம் அது? என்ன பழக்கம் இது? അണ്ണന്റെ ഈ പ്രവൃത്തി കാരണം ഫാൻസ് ഭയങ്കര വിഷമത്തിലാണ്. എന്താ കാര്യം? ഇപ്പൊ പല രീതിയിലും അണ്ണനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നവരൊക്കെ തിരിഞ്ഞ് ഒരുമാതിരി മൊറ്റടുത്തപ്പടി കാണിക്കില്ല. CMA போட்ட பிளான போட்டபடி முடிக்க வக்கல்ல சில்க பார்த்து ആര് നാക്ക തൊങ്ക പൊട്ടി പ്ലാന സ്വന്തപ്പിട്ട് വന്ന നായി. ഡേയ്, മറ്റൊരു താരവുമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നവരെ ഒക്കെ ആയിട്ടും ഒരു വലിയ സൗഹൃദം പുലർത്തുന്ന ആളല്ല വിജയ്. സുഹൃത്ത് വലയങ്ങൾ വിജയ്ക്ക് ഉണ്ടാവാറില്ല എന്ന് പറയുമ്പോഴാണ് തൃഷ കൃഷ്ണനുമായിട്ട് ഒന്നിച്ച് ഇതുപോലൊരു റിസപ്ഷൻ വേദിയിൽ ഒരുമിച്ചെത്തുന്നതും ഈ ചിത്രം ഉൾപ്പെടെ സ്പാർക്ക് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ നിർണായകമായ ദൃശ്യങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിനക്ക് വേണ്ടി എല്ലാം ഞാൻ നട്ടുപിടിപ്പിക്കുമ്പോ നാട്ടിൽ ഓരോന്നോരോന്നായി നീ ഒരു നടിയുമായി വിജയ്ക്ക് വിവേഹാതിര ബന്ധമുണ്ടെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആരോപണം. ഇനി തെളിവൊന്നും വേണ്ടല്ലോ. ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഇപ്പൊ അച്ഛന് മനസ്സിലായില്ലേ? നടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് വാക്ക് നൽകിയിരുന്നെങ്കിലും വിജയ് അത് ലംഘിച്ചുവെന്ന ഹർജിയിൽ സംഗീത വ്യക്തമാക്കിയിരുന്നു. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇനി വീട്ടിൽ ചെന്ന് ഒരു കണ്ണാടി എടുത്ത് മുഖത്തോട് ചേർത്ത് പിടിച്ച് അതിൽ നോക്കി പറയണം. When wealth is lost, nothing is lost. When health is lost, something is lost. When character is lost, everything is lost. നന്ദികേട്ടവന്മാരെ എല്ലാരും കൂടെ ശവത്തി കുത്താടാ. എല്ലാ കാലവും തന്നെയൊക്കെ ചുമന്നോളാവുന്ന ഞാൻ നേർച്ചയൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് താനും തന്റെ വലിയ പുള്ളി ജോൺ വർഗീസും കൂടി ആലോചിച്ച് ഇതിൽ വേണ്ട എന്താന്ന് വെച്ചാ ചെയ്തു. ഇല്ലെങ്കിൽ ഞാൻ ഒഴിയും, വൃത്തിയായിട്ടൊഴിയും. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. நான் கபடி விளையாடத்தான் ஊருக்கு வந்தேன். ஆனா இப்ப முடிவு பண்ணிட்டேன், நான் விளையாட வேண்டிய கிரவுண்ட் அது இல்ல, இதுதான். ഇവളിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം, മനസ്സിലായ? ചങ്കുറ്റുണ്ടാ എന്റെ നെഞ്ചത്ത് ഇവിടെ എങ്ങനെ നോക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ? ഇതിന് ആന്റെ ഓസാലും എനിക്ക് വേണ്ട, മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് ഓടിച്ചോളി. നിങ്ങളോ? അല്ല, സാറിന് തോന്നിയ പോലെ ഓടിച്ചോ, ഞാൻ ഓടിക്കും. അതിനാരെതിരെന്ന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ, അല്ല സാറ് അങ്ങോട്ട് ഓടിച്ചോ. അപ്പൊ ശരി, പറഞ്ഞ പോലെ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.